മലയാളം ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ സമാനതാർത്ഥിയാവുന്ന ദൈവജനമായി വീണ്ടും മുന്നോട്ടുള്ള ഇങ്ങനെ ദിവസം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യുന്നു. ഈ സുവിശേഷ യോഗങ്ങളിലെ ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസന്മാരോട് ദൈവസഭയോട് ഉള്ള നന്ദി ഞാൻ ഈ പ്രാരംഭത്തിൽ അർപ്പിക്കുന്നു. വിശേഷിയ കർത്താവിന്റെ ദാസൻ ശരീരത്തി സഹോദരൻ കർത്താവിന്റെ ദാസൻ അർപ്പിച്ചതുപോലെ ഒരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടി സംസാരിക്കുവാനും ഇവിടെ കടന്നു വരുവാൻ തുടങ്ങിയതിന് മുഖാന്തരം ഒരുങ്ങപ്പെടുവാനും വിചാരിച്ചത് കർത്താവിന്റെ ദാസനോട് എനിക്ക് നന്ദിയുണ്ട്. ഈ ദിവസം ഞാൻ വിശ്രമിക്കുന്നത് ദാസൻ മാസ്റ്റർ ഫിലിപ്പോസ് അവരുടെ ഭവനത്തിലാണ്. സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനോട് ദാസിയോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ നന്ദികളാണ്. ആ കുടുംബത്തോടുള്ളതായ നന്ദി ഗണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ കുടുംബക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇപ്രാവശ്യത്തെ ഇവിടുത്തെ കൺവെൻഷന്റെ സമാപന രാത്രിയാണല്ലോ ഇന്ന്. വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിച്ചാൽ ഒരു വിഷയം എങ്ങനെ തുടങ്ങുന്നു എന്നതിലല്ല, എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതിനാണ് വേദപുസ്തകം പ്രാധാന്യത കൽപ്പിക്കുന്നത്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ജെറമ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മലയാളത്തിൽ എല്ലാ റെഫറൻസും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പലതും മനസ്സിലായില്ലെന്നും എടുത്തെടുക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നൊരു കംപ്ലൈന്റ് കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് കഴിയുന്നിടത്തോളം ഞാൻ ഇംഗ്ലീഷ് റെഫറൻസും അതിന് അത്യാവശ്യമുള്ള വാക്കുകൾ ഇംഗ്ലീഷിലും പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ജെറമ്യ ചാപ്റ്റർ 5 വേഴ്സസ് 30 and 31 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വിസ്മയവും ഭയങ്കരമായത് ദേശത്തെ സംഭവിക്കും. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കും. പുരോഹിതന്മാരും ഒരു കൈയായി നിന്ന അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകും. അടുത്തതൊരു ചോദ്യമാണ്: എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം, പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, വിസ്മയമായ കാര്യം, ഭയങ്കരമായ കാര്യങ്ങൾ ദേശത്ത് സംഭവിക്കുന്നു. ഇന്നും അത് തന്നെയാണ്. അന്യഗോളത്തിലും അല്ലാതെ വിസ്മയവും ഭയങ്കരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാജമായി പ്രവചിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റ് പ്രവചിക്കുന്നു. പുരോഹിതന്മാരും ഒരു കൈയായി നിന്ന അധികാരം നടത്തുന്നു. എന്റെ ജനമെന്ന് പറയുന്ന പലർക്കും ഇത് ഇഷ്ടമാണ് തോന്നുന്നു. എന്നാൽ പ്രവാചകന്റെ ചോദ്യം, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? തുടക്കം എന്ത് തന്നെയായാലും ഒടുക്കത്തേതിനാണ് വേദപുസ്തകം പ്രാധാന്യത കൽപ്പിക്കുന്നത്. ഒരു വിഷയം എങ്ങനെ തുടങ്ങി എന്നതിലുപരി എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതിനാണ് വേദപുസ്തകം വില കൽപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിച്ചാൽ നല്ല നിലയിൽ ജീവിതം തുടങ്ങിയ പലരെയും നാം കാണുന്നു. അവരിൽ പലരും ശോചനീയമായ നിലയിൽ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗൽ. അവന്റെ തുടക്കം നന്നായിരുന്നു. അവൻ ജനിച്ചത് ബെന്യാമീൻ ഗോത്രത്തിൽ, ഒരു നല്ല ഗോത്രത്തിൽ. അവൻ ജനിച്ചത് ധനികനായ കീശിന്റെ മകനാണ്. ഒരു നല്ല ഗോത്രത്തിൽ, സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ശൗൽ കോമള രൂപി, എല്ലാ ഇസ്രായേലിനേക്കാളും തോൾ മുതൽ പൊക്കമുള്ളവൻ. അപ്പന്റെ കാണാതെ പോയ കഴുതകളെ തേടി അവൻ ഇറങ്ങി പുറപ്പെട്ടു. തികച്ചും യാദൃച്ഛികമെന്നവണ്ണം ശൗമേൽ പ്രവാചകനെ അടുക്കച്ചു. അതിലും തികച്ചും യാദൃച്ഛികമെന്നവണ്ണം ഇസ്രായേലിന്റെ രാജാവായി ശൗമേൽ അവനെ അഭിഷേകം ചെയ്തു. ഇതൊന്നും അവൻ മനസ്സിൽ കണക്കൂട്ടിയ കാര്യമല്ല. ഇവരെ ഇസ്രായേലിന്റെ രാജാവായി സിംഹാസനത്തിൽ കൊണ്ടിരുത്തുമ്പോൾ ജനം ഒരു പാട്ട് പാടുന്നു: ഇസ്രായേൽ രാജാവേ ജയ ജയ
എന്ന് പാട്ടുപാടി അവനെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തി. ശൗമേൽ അവന് മാനർ ഓഫ് കിങ്ഡം, രാജധർമ്മം പഠിപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി ദൈവസന്നിധിയിൽ വച്ചു. സംശയം തോന്നുമ്പോൾ ഈ പുസ്തകം നീ തുറന്ന വായിച്ച് ഇതിൽ പ്രകാരം വേണം ജനത്തെ ഭരിക്കുവാൻ. മാനർ ഓഫ് കിങ്ഡം പഠിപ്പിച്ചു, പുസ്തകത്തിൽ എഴുതി. ഇതെല്ലാം കൊടുത്ത് ഒരു നല്ല തുടക്കം ശൗലിന് ലഭിച്ചു. എന്നാൽ അവന്റെ ഒടുക്കം ശ്രദ്ധിച്ച ഗിൽബോവ പർവ്വതത്തിൽ ഈ ശൗൽ തലയില്ലാതെ പട്ടുകിടക്കിയ ഈ വർത്തമാനം ഇസ്രായേലിന്റെ മധുരകാരകനായ ദാവീദ് കേട്ടപ്പോൾ ദാവീദ് ഒരു ധനുഗീതം പാടി, സോങ് ഓഫ് ദ ബോ, വില്ലിന്റെ പാട്ട് പാടി. ആ വില്ലിന്റെ പാട്ടിൽ ശൗലിന്റെ ജീവിതം തുടങ്ങിയത് ഒരു പാട്ടോടുകൂടിയാണ്. അവന്റെ അന്തം ഒരു വില്ലിന്റെ പാട്ടോടുകൂടി അവന്റെ ജീവിതം അവസാനിച്ചു. ആ വില്ലിന്റെ പാട്ടിൽ ദാവീദ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? ആ ചോദ്യത്തിന് മറുപടി ആ പാട്ടിലില്ല. രണ്ടാമത്തെ ചോദ്യം, യുദ്ധായുധങ്ങൾ നശിച്ചു പോയതെങ്ങനെ? ആ ചോദ്യത്തിന്റെ മറുപടി ആ പാട്ടിലില്ല. ദണ്ഡിശോമന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ വസ്തുതയാണ് ഞാൻ പ്രസ്താവിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങളുടെയും മറുപടി 2-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. അനന്തരം ദാവീദ് യഹോവയോട് ആലോചന ചോദിച്ചു, ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിൽ പ്രവേശിക്കണം. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോകുവാൻ കാരണം യഹോവയോട് ആലോചന ചോദിച്ചില്ല. ശൗലിന്റെ പതനത്തെ പറ്റി ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ യഹോവയോട് ആലോചന ചോദിക്കാത്തത് കൊണ്ട്, വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കാതെ ശൗൽ മരിക്കേണ്ടി വന്നു. ദാവീദ് ചിന്തിച്ചു, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്, ഞാൻ യഹോവയോട് ആലോചന ചോദിക്കും. ഒരു നല്ല തുടക്കം ലഭിച്ച ശൗല ഒടുക്കം ഏറ്റവും ശോചനീയമായി. ഇത് നേരെ വിപരീതമായി ശോചനീയമായ നിലയിൽ ജീവിതം തുടങ്ങിയ ചില ഭക്തന്മാർ ബൈബിളിലുണ്ട്. അതിലൊരു വ്യക്തിയാണ് മോശ. ജനിക്കുവാൻ അനുവാദമില്ലാത്ത നാട്ടിൽ, വളരുവാൻ അവകാശമില്ലാത്ത നാട്ടിൽ, ഒരു ലേവ്യ കുടുംബത്തിൽ മോശ ഭൂജാതനായി. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നീലനദിയിൽ വലിച്ചെറിയണം. ആ കൽപ്പന നിലവിലിരിക്കുമ്പോൾ ജനിക്കുവാനും വളരുവാനും അവകാശമില്ലാത്ത നാട്ടിലെ സമയത്തും മോശ ജനിച്ചിരിക്കുക. ശോചനീയമായിരുന്നു അവന്റെ ആദ്യ നാളുകൾ. എന്നാൽ അവന്റെ ഒടുക്കം ശ്രദ്ധിച്ചാൽ 120 വയസ്സുള്ളവനായി പിസ്ഗായുടെ കൊടുമുടിയിൽ മോശ യഹോവയുടെ സന്നിധിയിൽ മരിക്കുമ്പോൾ അവന്റെ ദേഹബലം ക്ഷയിച്ചിരുന്നില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നില്ല. വാഗ്ദത്തകനാൽ കൺകുളുക്കൽ കണ്ട അവൻ യഹോവയുടെ സന്നിധിയിൽ മരിച്ചു. യഹോവ അവന്റെ ശവസംസ്കാരവും നടത്തി. തുടക്കം മോശമായിരുന്നു, എന്നാൽ ഒടുക്കം ഏറ്റവും നന്നായിരുന്നു. നമ്മുടെ തുടക്കം എന്തേലുമാകട്ടെ, ഒടുക്കം നന്നായിരിക്കുക. ഈ ലോകവാസം കഴിഞ്ഞ അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ നമ്മളെ ന്യായം വിധിക്കുന്ന ന്യായവിസ്താര സമയത്ത്, ആ ഒടുക്കത്തെ സമയം അവൻ നമ്മളെ തൂക്കി നോക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ നമ്മുടെ ഒടുക്കം നന്നായിരിക്കുക. ഈ കൺവെൻഷന്റെ സമാപന രാത്രി എല്ലാ നിലയിലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും കാരണമായി തീരുന്നു. ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് ഒന്നും കൂടെ പെട്ടെന്ന് ആവർത്തിച്ചിട്ട് ശേഷം ഭാഗത്തേക്ക് തീമിലേക്ക് തന്നെ ഞാൻ മടങ്ങി വന്നുകൊള്ളാം. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിളിൽ യഹോവയുടെ ഭുജം, കരം, ആ വാക്ക്, the arm of God, ദൈവത്തിന്റെ ഭുജം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന പുസ്തകം യെശയ്യാ പ്രവചനമാണ്. 25-ലധികം വാക്യങ്ങളിൽ യഹോവയുടെ ആമിനെ പറ്റി, ആ ഭുജത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുമ്പോൾ
യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 5 സ്ഥലങ്ങൾ യെശയ്യാ പ്രവചനത്തിലുണ്ട്. വാക്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു ഉൾക്കൊള്ളാം. 1, യെശയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 30. അവന്റെ ഭുജത്തിന്റെ അവതരണം, അവതരിച്ച യഹോവയുടെ ഭുജം. ഇത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെ വെടിഞ്ഞ കന്യക മറിയാമിൽ ഭൂജാതനായി ഭൂമിയിൽ അവതരിച്ച യഹോവയുടെ ഭുജം കർത്താവായ യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കാണിക്കുന്നു. യേശുക്രിസ്തുവിനെ യഹോവയുടെ ആമായി യെശയ്യാ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്ന 2-ാമത്തെ സ്ഥാനം യെശയ്യാ ചാപ്റ്റർ 52 വേഴ്സ് 10. 52-ാം അധ്യായം 10-ാം വാക്യം. സകല ജാതികളും കാക്കെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കി കളഞ്ഞു. നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജം. ഇവിടെ വെച്ച് പിതാവായ ദൈവം തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കി കാൽവരി ക്രൂശിൽ വെച്ച്. ആ നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജത്തിന്റെ ചിത്രീകരണമാണ് 53-ാം അധ്യായം മുഴുവൻ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതായി പോയി വരണ്ട നിലത്ത് നിന്ന് വാറുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. കടന്നു പോകുന്നവർ തല കുനിച്ചു പോകത്തക്കവണ്ണം യഹോവ തന്റെ വിശുദ്ധ ഭുജമായ ഓമനപുത്രനെ ക്രൂശിൽ നഗ്നനാക്കിയത് പാപത്താൽ എനിക്ക് നിങ്ങൾക്ക് സംഭവിച്ച നഗ്നത മറയ്ക്കുവാൻ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ കാൽവരിയിൽ നഗ്നമാക്കി കളഞ്ഞു. 53-ാം അധ്യായം 10-ാം വാക്യം വേഴ്സ് 10 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ വാക്യത്തോട് നമുക്ക് ചോദ്യം ചോദിക്കാം. അങ്ങനെയെങ്കിൽ ആരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയില്ല? അതിന്റെ മറുപടി ഞാനും നിങ്ങളുമാണ് കൊടുക്കേണ്ടത്. എന്റെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നാനിട്ട് തന്റെ ഓമനപുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ഓമനപുത്രനെ തകർത്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി 2ാമത് ചിത്രീകരിച്ചിരിക്കുന്നത് നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജം. അത് യേശുക്രിസ്തുവിന്റെ ക്രൂസിഫിക്ഷൻ, ക്രൂശീകരണമാണ് വെളിപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 3-ാമത്തെ സ്ഥാനം യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 16-ാം വാക്യം, ചാപ്റ്റർ 59 വേഴ്സ് 16. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ രക്ഷ വരുത്തി. ആ ഭുജത്തിന് പേര് കൊടുക്കുവാനാണെങ്കിൽ രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം. ഇതും മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തു എന്ന നാമം മാത്രം. വഴികൾ അനവധിയില്ല, വഴി ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശു. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയൂ. രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം യേശുക്രിസ്തുവാണ്. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 4-ാമത്തെ സ്ഥാനം 51-ാം അധ്യായം 9-10 വാക്യങ്ങൾ, ചാപ്റ്റർ 51 വേഴ്സസ് 9 and 10. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. നമ്മുടെ തീം അതാണ്. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്ത് പണ്ടത്തെ തലമുറയിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? സമുദ്രത്തെ വലിയ ആഴികളിലെ വെള്ളങ്ങളെ തന്നെ വിഭജിക്കുകയും വീണ്ടെടുക്കപ്പെട്ടവ
അതിലൂടെ കടന്നു പോകത്തക്കവണ്ണം സമുദ്രത്തെ വിഭജിച്ചതും നീയല്ലയോ? ഏത് നീ? യഹോവയുടെ ഭുജമെന്ന നീയ. ഇവിടെ ഉണരുന്ന യഹോവയുടെ ഭുജം ഇത് മറ്റാരുമല്ല, നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യെശയ്യാ പ്രവാചകൻ യഹോവയുടെ ഭുജത്തെ നോക്കി വിളിക്കുന്നു. ഇന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ യേശുക്രിസ്തുവിനെ ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരിക്കുന്ന യെശയ്യാ പ്രവാചകന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അവന് വെളിപ്പെട്ട് കിട്ടിയ ഭാഷയെ വിളിച്ചു പറയുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. എങ്ങനെ ഉണരണം? പൂർവകാലത്ത് പണ്ടത്തെ തലമുറയിൽ എന്ന പോലെ ഉണരണം. പൂർവകാലം ഏതെന്ന ഇന്നലെ നമ്മൾ കണ്ടു. വിശുദ്ധ ബൈബിളിൽ 7 കാലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാലം അനാദികാലം, ആദിയില്ലാത്ത കാലം. എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യമാണ്. അനാദികാലം, ഇതാണ് ഒന്നാമത്തെ കാലം, ആദിയില്ലാത്ത കാലം. രണ്ടാമത്തെ കാലം പൂർവകാലം. ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 32. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവകാലം. അപ്പോൾ പൂർവകാലം തുടങ്ങുന്നത് ആദാമിനാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആദാമാണ്. അന്ന് ആ കാലം തുടങ്ങി. എന്ന് അവസാനിച്ചു. മോശയോടാ ദൈവം പറയുന്നത് നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവകാലം. അപ്പൊ രണ്ടാമത്തെ കാലം ആദാം മുതൽ മോശ വരെ. മോശ എന്ന് പറയുമ്പോൾ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തടം വരെയാണ്, മരണം വരെയല്ല. ന്യായപ്രമാണം കൊടുത്തടം വരെ. ന്യായപ്രമാണം കൊടുത്തപ്പോൾ അടുത്ത കാലം തുടങ്ങി. മൂന്നാമത്തെ കാലം ന്യായപ്രമാണ കാലം. സല്ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയാണ്. അപ്പോൾ മൂന്നാമത്തെ കാലം ഏജ് ഓഫ് ലോ, ന്യായപ്രമാണ കാലം. അത് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ തുടങ്ങി. എന്ന് അവസാനിച്ചു യോഹന്നാനിൽ. ഏത് യോഹന്നാൻ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാനിൽ ആ കാലം അവസാനിച്ചു. നാലാമത്തെ കാലം ഏജ് ഓഫ് ഗ്രേസ്, സുപ്രസാദകാലം, കൃപാകാലം. ഏജ് ഓഫ് ഗോസ്പൽ, സുവിശേഷകാലം. സല്ലൂക്ക് ചാപ്റ്റർ 16 and 17. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വന്നു. സ്നാപകയോഹന്നാന്റെ കാലം കഴിഞ്ഞപ്പോൾ നാലാമത്തെ കാലം തുടങ്ങി, ഏജ് ഓഫ് ഗോസ്പൽ. എന്താണ് ഗോസ്പൽ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച, മരിച്ച, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അതാണ് ഗോസ്പൽ. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് യേശുക്രിസ്തുവാണ്. നാലാമത്തെ കാലം യേശുക്രിസ്തുവിൽ തുടങ്ങി. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന കാലം സുവിശേഷ കാലമാണ്. ഈ കാലത്തിന് വേറെ 2 പേരും കൂടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഒന്ന് സുപ്രസാദകാലം. 2 Corinthians chapter 6 verse 12. 2 Corinthians 6-ാം അധ്യായം 2-ാം വാക്യം വേഴ്സ് 2. ഇത് സുപ്രസാദകാലം. ഈ കാലത്തിന് വേറൊരു പേരുമുണ്ട്, അന്ത്യകാലം. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 1. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അകലിച്ചു. അപ്പൊ നാലാമത്തെ കാലത്തിന് ഈ 4 പേരുകളും: സുവിശേഷകാലം, സുപ്രസാദകാലം, അന്ത്യകാലം. ഈ കാലം യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവരെ നീണ്ടു നിൽക്കും. മധ്യാകാശ വരവ് കഴിയുമ്പോൾ 5ാമത്തെ കാലം തുടങ്ങി, പരീക്ഷാകാലം. പരീക്ഷാകാലം. റെവലേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തും ഞാൻ നിങ്ങളെ കാത്തു. യേശുവിന്റെ രഹസ്യവരവിനും പരസ്യവരവിനും ഇടയ്ക്കുള്ള 7 വർഷത്തെ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലമാണ് പരീക്ഷാകാലം. ഈ കാലത്തിന് വേറൊരു പേര് കൂടി ഉണ്ട്, യാക്കോബിന്റെ കഷ്ടകാലം. ജെറമിയ ചാപ്റ്റർ 30 വേഴ്സ് 7. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാം വാക്യം. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. അവിടെ യാക്കോബ് എന്ന് പറഞ്ഞത് യാക്കോബ് എന്ന വ്യക്തിയെ പറ്റിയല്ല, അവന്റെ സന്തതി പരമ്പരകളായ യഹൂദ ജാതിയെ പറ്റിയാണ്. ആ കാലം 7 വർഷമാണ്. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിനും പരസ്യവരവിനും ഇടയ്ക്ക്.
ഇനി ആറാമത്തെ കാലം, പരസ്യ വരവിന് ശേഷം 1000 വർഷം കർത്താവ് ഭൂമിയെ വാഴുന്ന ആറാമത്തെ കാലം, ഏജ് ഓഫ് മില്ലനിയം, സഹസ്രാബ്ദകാലം. റെവലേഷൻസ് ചാപ്റ്റർ 20 വേഴ്സസ് 1 and 2. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പിശാചും സാത്താനും എന്ന പഴയ പാമ്പാകുന്ന ഈ മഹാസർപ്പത്തെ 1000 ആണ്ടിലേക്ക് ബന്ധിച്ച് കർത്താവ് സഭയും ഈ ഭൂമിയിൽ 1000 വർഷം ഭരണം നടത്തും. അതാണ് ആറാമത്തെ കാലം. ഏഴാമത്തേതും ഒടുവിലത്തേതുമായ കാലം നിത്യകാലം, കാലം ഇല്ലാത്ത കാലം. റെവലേഷൻസ് ചാപ്റ്റർ 10 വേഴ്സ് 6. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. ഇനി കാലം ഉണ്ടാകില്ല. ആ ഏഴാമത്തെ കാലത്തിന് അവസാനമില്ല. ഇങ്ങനെ ബൈബിൾ വ്യക്തമായി 7 കാലങ്ങളെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലം 3-ാമത്തെ കാലമാണ്, ന്യായപ്രമാണ കാലം. ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരിക്കുന്ന യെശയ്യാവ് യഹോവയുടെ ഭുജത്തെ നോക്കി നിർവഹിക്കുന്നു. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്ത് 2-ാമത്തെ കാലത്ത് മോശയുടെ തലമുറയിൽ ഉണർന്നതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുണ്ട്. അന്ന് നീ ഉണർന്നപ്പോൾ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി ചെങ്കടലിൽ പാറ വെളിപ്പെട്ടു. ദൈവജനത്തെ അക്കരെ കടത്തിയതുപോലെ ഇന്നത്തെ ഞങ്ങളുടെ പ്രതിസന്ധിയിൽ നീ ഒന്ന് ഉണരണം. ഇന്നത്തെ പ്രതിസന്ധി ബാബിലോൺ ആക്രമണം. നെബൂഖദ്നേസർ രാജാവ് ആക്രമിക്കുന്നു. ഞങ്ങളിൽ പലരെയും പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ ഇന്ന് കഷ്ടത്തിലാണ്. അന്നുണർന്നതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുണരണം. അതിനോട് ബന്ധത്തിൽ രഹബാഗ എന്ന് കാണാൻ വേണ്ടി രഹബിനെ പറ്റിയപ്പോൾ ചെങ്കടൽ വിധിക്കപ്പെട്ടു. അത് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിളിൽ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റിയുള്ള 7 പരാമർശങ്ങൾ നമ്മൾ കാണുവാനായിട്ട് തുടങ്ങി. അതെല്ലാം നമ്മൾ പഠിച്ചു തീർന്നില്ല, എങ്കിലും പഠിച്ചിടത്തോളം ഭാഗം ഞാൻ ആവർത്തിക്കുന്നു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റി ബൈബിളിൽ എഴുതിയിരിക്കുന്ന 1-ാമത്തെ പ്രസ്താവന എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 15. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. മോശ ചെങ്കടലിൽ വഴി നീട്ടി, ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ഇതാണ് 1-ാമത്തെ പരാമർശം. മോശ വഴി നീട്ടുന്നു, ചെങ്കടൽ വിഭജിക്കപ്പെടുന്നു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റിയുള്ള 2-ാമത്തെ പരാമർശം ആ എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 21, 14-ാം അധ്യായം 21-ാം വാക്യം. മോശ കടലിൽ തന്റെ കൈ നീട്ടി, അന്ന് രാത്രി മുഴുവൻ ദൈവം ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടലിനെ വിഭജിച്ചു. കൈ നീട്ടാൻ ഒരു മോശ ഉണ്ടായപ്പോൾ കാറ്റടിപ്പിക്കുവാൻ ഒരു ദൈവം ഉണ്ടായി. കൈ നീട്ടുന്നത് ചെറിയ കാര്യം, കാറ്റടിപ്പിക്കുന്നത് വലിയ കാര്യം. ആ ചെറിയ കാര്യം മോശ ചെയ്തപ്പോൾ വലിയ കാര്യം ദൈവം ഏറ്റെടുത്തിരുന്നു. ദൈവം നമ്മളെ കൊണ്ടൊന്നും വലുതല്ല ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചെറുത് ചെയ്താൽ മതി, വലിയത് ദൈവം ചെയ്തുകൊള്ളും. 1 യോഹന്നാൻ 5:3, 1 John chapter 5 verse 3. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ്സും ഹെവിയല്ല, ഭാരമുള്ളതല്ല, ലഘുവായ കൽപ്പനകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റിയുള്ള 3-ാമത്തെ പരാമർശം Psalms 106 verse 9. 106-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. ഇത് ദാവീദ് കണ്ടെഴുതിയതാണ്. ഡേവിഡ് ആത്മാവിലായപ്പോൾ മോശ വഴി നീട്ടുന്നതും അല്ലെങ്കിൽ ദൈവം കാറ്റടിപ്പിക്കുന്നതും അല്ല കണ്ടത്. അവൻ ആത്മാവിലായപ്പോൾ കണ്ട കാഴ്ച, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുന്നു. ഈ ജനത്തെ അക്കരെ കടത്തത്തില്ലെന്ന് പറഞ്ഞ് ചെങ്കടൽ ആക്രോശിച്ച് നിൽക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ചെങ്കടലിട്ട് ഒരു ശാസന ശാസിച്ചു. ദൈവത്തിന്റെ ശാസനയെങ്കിൽ ചെങ്കടൽ ഉണങ്ങിപ്പോയി. ദൈവമക്കളാകുന്ന നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരായി ഇരുട്ടിന്റെ ശക്തികൾ, സാത്താന്യ ശക്തികൾ, ചെങ്കടൽ സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തി കാട്ടിയാലും
അവയെ ശാസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ചെങ്കടൽ ഉണങ്ങിയതിനെ പറ്റിയുള്ള 4-ാമത്തെ പരാമർശം അത് ആസാഫ് ആത്മാവിലായപ്പോൾ എഴുതിയതാണ്. Psalm 74 verse 13, 74-ാം സങ്കീർത്തനം 13-ാം വാക്യം. തന്റെ ശക്തി കൊണ്ട് അവൻ ചെങ്കടലിനെ വിഭജിച്ചു. ദൈവത്തിന്റെ ശക്തി പ്രകടനമാണ് ചെങ്കടലിൽ നടന്നത്. ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഒരു കടലാസ് കഷ്ണം വലിച്ചു കീറുന്ന ലാഘവത്തിൽ ദൈവം ആ ചെങ്കടലിനെ രണ്ടായി വലിച്ചങ്ങോട്ട് കീറി. ചെങ്കടൽ നമുക്കാണ് വലിയ വിഷയം, നമുക്കാണ് വലിയ കാര്യം. ദൈവത്തിന് ചെങ്കടൽ ഒരു വിഷയമേ അല്ല. ഒരു പഴന്തുണി വലിച്ചു കീറുന്ന അതേ ലാഘവത്തിൽ ദൈവം ഈ ചെങ്കടലിനെ വലിച്ചു. ദൈവത്തിന്റെ ശക്തി പ്രകടനമാണ്. ആസാഫ് ആത്മാവിലായപ്പോൾ ചെങ്കടൽ വിരിക്കപ്പെട്ടതിനെ പറ്റി കണ്ടു. ചെങ്കടൽ വിരിക്കപ്പെട്ടതിനെ പറ്റിയുള്ള 5-ാമത്തെ പരാമർശം Psalms 114 verses 1 and 2. 114-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ആധിപത്യം പ്രാപിച്ച ഇസ്രായേൽ മക്കൾ ചെങ്കടലിനെ അടുക്കൽ വന്നപ്പോൾ അധികാരം പ്രാപിച്ച ദൈവജനത്തെ കണ്ട ചെങ്കടൽ പേടിച്ചോടിപ്പോയി. ദൈവത്തിന് മഹത്വം. ഈ വന്നു നിൽക്കുന്നത് പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളിയാൽ വിടുതൽ പ്രാപിച്ച ദൈവജനമാണ്. അധികാരം പ്രാപിച്ച ജനം, ആധിപത്യമുള്ള ജനം, ദൈവത്തിന്റെ അവകാശ ജനം. അവരെ കണ്ട ചെങ്കടൽ പേടിച്ചോടിപ്പോയി. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റിയുള്ള 6-ാമത്തെ പരാമർശം അതാണ് യെശയ്യാ പ്രവചനം chapter 51 verses 9 and 10. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 9-10 വാക്യങ്ങൾ. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി ചെങ്കടൽ വിധിക്കപ്പെട്ടു. രഹബ് ആരാണ് ഞാൻ ഓർപ്പിച്ചു? മാസ്റ്റർ ഓഫ് ദ സീ, കടലിന്റെ നായകനാണ്. ഇവൻ കടലിന്റെ നായകനാകാൻ കാരണം ഈജിപ്തുകാർ, മിസ്രൈമർ ചെങ്കടലിനെ ആരാധിച്ചിരുന്നു. ഇതൊരു ആരാധനാ വസ്തുവാണ് മിസ്രൈമർക്ക്. പിശാച് ആരാധനാ കൊതിയനാണ്. ഏതെങ്കിലും കാര്യം ദൈവത്തെ വിട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ സാത്താൻ അത് മുതലെടുക്കും. ഈ ചെങ്കടലിനെ ഇവർ ആരാധിച്ചപ്പോൾ ഈ ചെങ്കടലിൽ സാത്താൻ ഒരു ആധിപത്യം സ്ഥാപിച്ചു, അധികാരം ഉറപ്പിച്ചു. ആ ആധിപത്യത്തിന്റെ പേരാണ് രഹബ്. വീണ്ടെടുക്കപ്പെട്ട, ഞാൻ രഹബിനെ ബൈബിളിൽ പലയിടത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ടാണ് ഈ രഹബ് നാം കാണുന്നത്. 89-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ, Psalms 89 verses 9 and 10. അവിടെ രഹബിനെ കാണുന്നു. സമുദ്രവുമായി ബന്ധപ്പെട്ടാണ് രഹബിനെ അവിടെ കാണുന്നത്. ജോബ് chapter 26 verse 12, യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യത്തിലും ഈ രഹബിനെ കാണുന്നു. അവിടെ കടലുണ്ട്, സീ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് രഹബിനെ കാണുന്നത്. ഇവർ മാസ്റ്റർ ഓഫ് ദ സീ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ യെശയ്യാവ് കാണുന്ന കാഴ്ച, ഈ ചെങ്കടലിൽ സിംഹാസനമിട്ട് വാനതിടുന്ന രഹബ് എന്ന ശക്തി ഫണം ഉയർത്തി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയുന്നു, ഇതെന്റെ അവകാശ ദേശമാണ്. എന്റെ അവകാശ ദേശത്തൂടി ഇവരെ കടത്തിവിടുകയും അവകാശം വാങ്ങി നിൽക്കുമ്പോൾ പ്രവാചകൻ കാണുന്ന കാഴ്ച യഹോവയുടെ ഭുജം ഉണർന്നു. ഈ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. നമ്മുടെ യാത്രക്കെതിരായി, നന്മകൾക്കെതിരായി അവകാശം പറഞ്ഞ ഇരുട്ടിന്റെ ശക്തികൾ എന്തെല്ലാം അവകാശം പറഞ്ഞ പിടിച്ചു നിന്നാലും അവയെ വെട്ടുന്ന യഹോവയുടെ ഭുജമോ. ദൈവത്തിന്റെ മഹത്വം. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു, ഈ ജനം അക്കരെ കടന്നു. ഇത്രയും കാര്യമാണ് ഇന്നലെ നാം ചിന്തിച്ചത്. ഇനി ശേഷഭാഗത്തിലേക്ക് കടക്കാം. വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റി ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന 7-ാമത്തെ സ്ഥാനം, നമ്മൾ 6 സ്ഥാനങ്ങളാണ് ഇതിന്റെ കണ്ടത്. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റി. ഇനി 7-ാമത്തെ സ്ഥാനം, അതും യെശയ്യാ പ്രവചനത്തിൽ തന്നെയാണ്. യെശയ്യാ chapter 63 verse 12.
chapter 63 verse 12. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശ്വാസനാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? മതി. ചെങ്കടൽ വിരിക്കപ്പെട്ടതിനെ പറ്റിയുള്ള ഏഴാമത്തേതും ഒടുവിലത്തേതുമായ പ്രസ്താവനയാണ്. ഇതാണ് ഏറ്റവും വലിയ വെളിപ്പാട്. യെശയ്യാ പ്രവാചകൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മോശ തന്റെ കൈ ചെങ്കടലിലേക്ക് നീട്ടുന്നു. അന്നേരം അവനൊരു കാഴ്ച കാണുന്നു. യഹോവയുടെ മഹത്വമുള്ള ഭുജം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു മോശയുടെ വലം കൈ വന്നിരുന്നു. സൃഷ്ടിതാവിന്റെ ഭുജം കണ്ട സൃഷ്ടി പേടിച്ചറണ്ട. ഇത് രണ്ടായി വഴിവിളഞ്ഞു പോകാനിടയായിച്ചു. എന്റെ ബലമായ വിശ്വാസം ഈ കാഴ്ച ഒരുപക്ഷെ മോശ പോലും കണ്ട കാര്യമല്ല. ഇങ്ങനെ ഭുജം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, തന്റെ വലത് കൈ വന്നിരിക്കുന്നു. ഇത് മോശ പോലും കണ്ടതല്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച യെശയ്യാ പ്രവാചകനാണ് ഈ വെളിപ്പാട് കാണുന്നത്. മോശ കൈ നീട്ടുമ്പോൾ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈ വന്നിരുന്നു. സൃഷ്ടിതാവിന്റെ ഭുജം കണ്ട സൃഷ്ടിക്ക് മനസ്സിലായി എന്താണ് ഈ ഭുജം ഉദ്ദേശിക്കുന്നത്. രണ്ടായി പിളരുവാനിടയായിച്ചു. ദൈവദാസന്മാരുടെ വലം കൈ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം. അതുകൊണ്ടാണ് ദൈവദാസന്മാർ രോഗിയുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുന്നത് അവരുടെ കൈയുടെ പ്രത്യേകതയല്ല. ആ കൈയിൽ വെളിപ്പെട്ടു വരുന്ന യഹോവയുടെ മഹത്വമുള്ള ഭുജം. ദൈവദാസന്മാരെ കാണണമെന്നില്ല, അറിയണമെന്നില്ല. ദൈവദാസന്മാരുടെ വലം കൈയിൽ വെളിപ്പെട്ടു വരുന്ന യഹോവയുടെ മഹത്വമുള്ള ഭുജം. എന്തിനു വേണ്ടി? തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകുക. ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിൽ കൂടി അക്കരെ കടന്നു. ആ ഭുജം ഇന്നെവിടെ എന്നാണ് യെശയ്യാവ് ചോദിക്കുന്നത്. ഒരു പഠന വിഷയം ഞാൻ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാം. യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ അനേകം പ്രാർത്ഥനകൾ. യെശയ്യാ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഒരു പുതിയ കാര്യം യെശയ്യാവ് ദൈവത്തോട് ചോദിക്കുന്നില്ല. പണ്ട് ചെയ്തതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാം. ഇതാണ് യെശയ്യാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഒരു പുതിയ കാര്യമല്ലേ ചോദിക്കുന്നു. പണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തോ അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നമ്മൾ 51-ാമത്തെ 9-ാമത്തെ വാക്യങ്ങൾ കണ്ടു. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞ ആ പൂർവകാലത്ത് ഉണർന്നതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണരണം. ഇവിടെ 63-ാമത്തെ 12-ാം വാക്യത്തിൽ കണ്ടു. അന്ന് ചെങ്കടൽ വിഭജിച്ച ആ ഭുജം ജനത്തെ നയിച്ച ഈ ദൈവം ഇന്ന് എവിടെ? അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കും. ഒരു പ്രാർത്ഥന ഞാൻ ചൂണ്ടിക്കാണിക്കാം. ചാപ്റ്റർ 64 verses 1, 2 and 3. 64-ാം അധ്യായം 1, 2, 3 വാക്യം. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തവണ്ണം നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകി പോവുകയും ചെയ്തുവല്ലോ. അന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണം. പണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ആകാശം ചായച്ച് ഇറങ്ങി വന്നു. ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വന്നു. ഒരു അപൂർവ കാര്യമല്ല. യെശയ്യാവ് ദൈവത്തോട് ചോദിക്കുന്നു, പണ്ട് ചെയ്തതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വന്നു. വേദപുസ്തകത്തിൽ ദൈവം ഇറങ്ങി വന്ന പല സംഭവങ്ങളുണ്ട്. എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാം.
ദൈവം എപ്പോഴെല്ലാം തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. 18-ാം സങ്കീർത്തനം 19-ാം വാക്യം. Psalms 18 verse 9. 18-ാം സങ്കീർത്തനം 9-ാം വാക്യം. Psalms 18 verse 9. അവൻ ആകാശം ചായിച്ചിറങ്ങി ഊരിലുള്ള അവന്റെ കാൽക്കീഴുണ്ടായിരുന്നു. എപ്പോഴാണ് യഹോവ ആകാശം ചായിച്ചിറങ്ങിയത്? 4-ാം വാക്യത്തിലോട്ട് verse 4. മരണവാസങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. അടുത്തത് പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കണികകളും എന്നെ പിന്തുടർന്നു. ആ സമയത്ത് നീ ആകാശം ചായിച്ചിറങ്ങി. ദാവീദിന് യഹോവ ആകാശം ചായിച്ചിറങ്ങി വന്നത് മരണവാസങ്ങൾ ചുറ്റിയപ്പോ, അഗാധ പ്രവാഹങ്ങൾ അവനെ ഭ്രമിപ്പിച്ചപ്പോ ദൈവം ആകാശം ചായിച്ചിറങ്ങി. ഇത് ദാവീദിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പാതാള പാശങ്ങൾ, മരണത്തിന്റെ കെണികൾ നമ്മെ പിന്തുടർന്നപ്പോൾ, ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് നിലവിളിച്ചപ്പോൾ, അവൻ ആകാശം ചായിച്ചിറങ്ങി വന്ന ബലമുള്ള കൈകൊണ്ട് എന്നെ നിങ്ങളെ താങ്ങി ഉയർത്തി. ദൈവം ഇറങ്ങി വന്ന മറ്റൊരു സന്ദർഭം ദബോരയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. Judges chapter 5 verse 13. Judges chapter 5 verse 13. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം. അന്ന് ശേഷന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. അന്ന് ശേഷന്മാരുടെ പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വന്നു. ആർക്ക് വേണ്ടി? ദബോരയ്ക്ക് വേണ്ടി. എവിടെ? യുദ്ധത്തിൽ. 900 ഇരുമ്പുരഥമുള്ള സീസറ ഇസ്രായേൽ മക്കളുമായി യുദ്ധത്തിന് പോകും. പൊലിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ ദബോരിയ പടക്കളത്തിലുണ്ട്, ബാരാക്കുണ്ട്, നഫ്താലി സെബൂലൂനുമുണ്ട്. യഹോവയായ ദൈവം ആ യുദ്ധത്തിൽ ഇറങ്ങി പോകും. ഈ യുദ്ധത്തിൽ സീസറ തോറ്റു. അവൻ തോറ്റോടുമ്പോൾ യായേലിന്റെ കൂടാരവാതിക്കൽ വെള്ളം ചോദിച്ചോടിയത്. ദാഹിച്ചു വരിക വലഞ്ഞു പടക്കളത്തിൽ. വിവേകവതിയായ യായേൽ അവനെ കൂടാരത്തിനകത്ത് പ്രവേശിപ്പിച്ച പാൽ തുരുത്തി തുറന്ന പാല് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ഇവന് കൂടാരത്തിനകത്ത് ഒളിച്ചു കിടക്കുമ്പോ ഈ യായേൽ ഒരു പരവതാനി കൊണ്ട് ഇവനെ മൂടി. കാരണം പിന്നെ കൂടാരത്തിൽ നടക്കുന്നത് ഇവൻ കാണാൻ പാടില്ല. ദൈവം കാണുന്നത് ഇവന്റെ മേലിട്ടു. ഇങ്ങനെ ഇവൻ പരവതാനിക്കകത്ത് കടന്നുറങ്ങുമ്പോ യായേൽ ചിന്തിച്ചു, ശത്രു എന്റെ കൂടാരത്തിൽ ഒളിച്ചു കിടക്കുക. ദൈവജനത്തെ വർഷങ്ങളായി പീഡിപ്പിച്ച ശത്രു ഇന്ന് എന്റെ കൂടാരത്തിൽ പട്ടു വീഴണം. ഇവനെ വെറുതെ വിടാൻ ഒക്കത്തില്ല. ഇവളൊരു ആയുധം അന്വേഷിക്കുക. ഒന്നാമത് ഇവൾ ഒരു സ്ത്രീയാണ്. ഇവനെ കൊല്ലത്തക്കവണ്ണം ഒരായുധം അന്വേഷിച്ചപ്പോൾ ഇവള് കാണുന്ന കാഴ്ച, ഇവളുടെ കൂടാരത്തിന്റെ കാതുകൾ കെട്ടിയിരിക്കുന്ന കുറ്റികൾ. ഈ കുറ്റികൾ കാത് കെട്ടിയാണ് കൂടാരം ചമച്ചിരിക്കുന്നത്. ടെന്റ് അത് നമ്മുടെ ഭാവനയെ കൊണ്ടുവന്നാൽ മതി, ബാലക്സ്. അപ്പൊ കുറ്റികളിൽ കാത് കെട്ടിയാണ് കൂടാരം ചമച്ചിരിക്കുന്നത്. ചുറ്റി അടുത്ത് കിടക്കുന്നവർ ഇവൾ എഴുന്നേറ്റ് കൂടാരത്തിന്റെ കുറ്റികളിൽ ഒന്ന് ഇളക്കാൻ തുടങ്ങി. കൂടാരത്തിന്റെ കുറ്റി ഒന്ന് ഇളകിയാൽ കൂടാരം ചായി. ഇവളുടെ കൂടാരം ചാഞ്ഞോണ്ടിരിക്കുക. പക്ഷെ കുറ്റിയിൽ നിന്ന് ഇവൾ കൈവിട്ടില്ല. എന്റെ കൂടാരം ചാഞ്ഞാലും വേണ്ടില്ല, ഇന്ന് ശത്രു എന്റെ കൂടാരത്തിൽ പട്ടു വീഴണം. ഒരു വശത്ത് കൂടാരം ചായുന്നു, അവൾ ആ കുറ്റി ഇളക്കി കൈയെടുത്തു. സീസയുടെ ചെന്നിക്ക് വെച്ച് ചുറ്റി കൊണ്ട് ആഞ്ഞടിച്ച് വർഷങ്ങളായി ദൈവജനത്തെ പീഡിപ്പിച്ച ആ ശത്രുവിനെ യായേൽ തകർക്കുമ്പോൾ അവരുടെ കൂടാരം ചാഞ്ഞു വീണു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമര് കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ ആ കംഫർട്ട് സോണിന് ആഘാതങ്ങൾ ഉണ്ടാകാം, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടാം. ഇത് വകവയ്ക്കാതെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ യായേലിനെ
ദൈവം മറന്നു കളഞ്ഞില്ല. ദബോര പാടുന്ന ന്യായന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ പാട്ടിൽ യായേലിനെയും ശ്ലാഘിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ മടങ്ങി വന്നു. ചെങ്കടൽ 7 വിധത്തിലാണ് വിഭജിക്കപ്പെട്ടത്. നമ്മൾ ചിന്തിച്ചു വന്നത് യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 4 സ്ഥലങ്ങൾക്കാണ്. ഇനി 5-ാമത്തേതും ഒടുവിലത്തേതുമായ സ്ഥലം, അതിലെ 4-ാമത്തെ സ്ഥലമാണ് ഉണരുക. ഉണരുന്ന യഹോവയുടെ ഭുജം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉണരുന്നവൻ. അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങിയ യേശു യാത്ര ചെയ്ത പടകിൽ തിരമാലകൾ അടിച്ചു. മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. നാദാരങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? കർത്താവ് ഉണർന്നു, ആ കാറ്റിനെ ശാസിച്ചു, ശാന്തത വന്നു. എത്തേണ്ട തീരത്ത് അവരണയുവാനും വിചാരിച്ചു. നമുക്ക് വേണ്ടി ഉണരുന്ന ഒരു കർത്താവുണ്ട്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഉണരും. യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 5-ാമത്തേതും ഒടുവിലത്തേതുമായ സ്ഥാനം 40-ാം അധ്യായം, യെശയ്യാ chapter 40 verse 10. chapter 40 verse 10. 40-ാം അധ്യായം. ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഈ ഭുജത്തിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ ഭരിപ്പാൻ വരുന്ന യഹോവയുടെ ഭുജം. ഭരിപ്പാൻ വരുന്ന യഹോവയുടെ ഭുജം. ഇത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാണ്. ഒന്ന് അവതരിച്ച യഹോവയുടെ ഭുജം, യേശുവിന്റെ മനുഷ്യാവതാരം. 2 നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജം, യേശുവിന്റെ ക്രൂശുമരണം. 3 രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം, ക്രൂശുമരണത്തിലൂടെ സാധിതമായ രക്ഷണ പദ്ധതി. 4 ഉണരുന്ന യഹോവയുടെ ഭുജം, തന്റെ ജനത്തിന് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. 5 ഭരിപ്പാൻ വരുന്ന യഹോവയുടെ ഭുജം. യേശുക്രിസ്തു ഭൂമിയിൽ ഭരിപ്പാൻ കടന്നു വരും. ഇനി എത്ര വേഗം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം യേശുവിന്റെ രഹസ്യപരമാണ്. റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉത്പ്ലാവനം. ആ രഹസ്യവരവിന് ഒരു പ്രവചനവും ഇനി നിവർത്തീകരിക്കപ്പെടാനില്ല. എല്ലാ പ്രവചനവും നിവർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഏത് സമയവും യേശുവിന്റെ വരവ് സംഭവിക്കാം. ഇവിടെയാണ് നമ്മുടെ തീമിന്റെ പ്രാധാന്യത. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം. കർത്താവ് ഏത് സമയവും കടന്നു വരാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇതെല്ലാം സംഭവിക്കും. തുടർന്ന് നാം 7 വർഷം കർത്താവിനോടൊപ്പം മണിയറയിലായിരിക്കും. ആ സമയത്താണ് ദൈവമക്കളുടെ, ദൈവസഭയുടെ ന്യായവിധി അവിടെ നടക്കുന്നത്. ന്യായം വിധിച്ച് നഗരത്തിൽ തള്ളാനല്ല, ന്യായം വിധിച്ച പ്രതിഫലം വീതിക്കുവാൻ വേണ്ടി. ആ 7 വർഷം ഭൂമി ആന്റി ക്രൈസ്റ്റിന്റെ ഭരണമാണ്. മഹോന്നത കാലമാണ്. ലോകമുണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടതകൾ ഭൂമിയിൽ സംഭവിക്കും. ഭൂതലത്തിലുള്ള എല്ലാവർക്കും കഷ്ടതയാണെങ്കിലും ഏറ്റവും കൂടുതൽ കഷ്ടത യഹൂദ ജാതിക്കാണ്. അതുകൊണ്ടാണ് കാലത്തെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എതിർ ക്രിസ്തുവിനാൽ 44 വലിയ കഷ്ടങ്ങളാണ് യഹൂദ ജാതിക്കുണ്ടാകുന്നത്. ഈ കഷ്ടം ഉണ്ടാകാൻ കാരണം ഇവരുടെ വാഴ്ചയുടെ 3.5 വർഷം കഴിയുമ്പോൾ യെരുശലേമിൽ ദേവാലയം പണി. ഇന്ന് അവിടെ മുസ്ലിങ്ങളുടെ അലക്സ മോസ്ക്, ഡോം ഓഫ് ദ റോക്ക്, ഈ 2 ദേവാലയങ്ങളാണ് ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. ഈ സ്ഥലത്താണ് യഹൂദൻ ആലയം പണിയേണ്ടത്. ഇവൻ ആലയം പണിത് കഴിയുമ്പോൾ അന്ത്യക്രിസ്തു തന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് പറയും, ഈ പ്രതിമ വിശുദ്ധ സ്ഥലത്ത് വയ്ക്കണം. യഹൂദന് പ്രമാണമുണ്ട്,
ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, അവയെ നമസ്കരിക്കാനും പാടില്ല. ഇത് ചെയ്യാതെ വരുമ്പോ എതിർ ക്രിസ്തു പീഡ വർദ്ധിപ്പിക്കും, യഹൂദരെ കൊല്ലുവാൻ തുടങ്ങും. ഇവ ചുറ്റുമുള്ള അറബി രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ തുടങ്ങും. എന്നിട്ട് ഇവന്റെ കോപം അടങ്ങാൻ മുഴുവൻ യഹൂദ ജാതിയെ കൊന്നുമുടിക്കുവാൻ തീരുമാനിച്ച് അവരുടെ മുഴുവൻ പടജ്ജനവുമായി ഇസ്രായേലിന്റെ കിഴക്ക് അണിനിരക്കും. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അവൻ കിഴക്ക് മണിപ്പന്തലിടും. അത് വേദപുസ്തക ഭാഷ. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ പടജ്ജനം, കാലാൽപ്പട, വ്യോമസേന, പീരങ്കിപ്പട എല്ലാം കൂടി അണിനിരന്ന് മഴക്കോട് പോലെ കേറി വരും. ഈ വർത്തമാനം യഹൂദ കന്യക കേട്ടു. യഹൂദന് മനസ്സിലായി, ഈ കാറ്റും കൂടി അടിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പ് അസാധ്യമാണ്. കഴിഞ്ഞ 7 വർഷമായി 44 വലിയ കഷ്ടം സഹിച്ച യഹൂദ ജാതിക്കറിയാം, ഈ കാറ്റും കൂടി അടിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പ് അസാധ്യം. മുഴുവൻ യഹൂദരും തങ്ങളുടെ കൂടാരങ്ങളെ ഉണർത്തിറങ്ങി ഒലിവുമലയുടെ ചൂട്ടിൽ ചെന്ന് കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കും, മിശിഹായെ മടങ്ങി വരണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ നിന്നെ ക്രൂശിച്ചു കൊന്നു, നീ ഒന്ന് മടങ്ങി വരണമെന്ന് പറഞ്ഞു മാതടിച്ച് നിലവിളിക്കുമ്പോ 7 വർഷത്തിന്റെ സമാപന ദിവസമാകുന്ന അന്ന് കർത്താവിന്റെ സഭയും വിശുദ്ധ ദൂതന്മാരും ആകാശമേഘങ്ങളെ വാഹനമാക്കി ഏത് കണ്ണോ അവരെ കുത്തി തുളച്ചവരോ ആ കാഴ്ച കാണുമാറ് രഹസ്യമായി അറിയുക. കർത്താവിന്റെ തൃപ്പാദങ്ങൾ ഒലിവുമലയെ തൊട്ട് കഴിയുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളർന്നു. അവിടുത്തെ താഴ്വര ഉണ്ടാകും, അതിന് യഹോശാഫാത്ത് താഴ്വര എന്ന് പേരാണ്. അവിടെ തേജസ്സിന്റെ സിംഹാസനം കർത്താവ് ഇടും. അവിടെ എതിർ ക്രിസ്തുവിനെ അത് വീട്ടി യേശു ക്രിസ്തു ഒലിവുമലയിൽ വന്നു. അവരും പടജനവും ഒലിവുമലയുടെ ചുവട്ടിൽ അതിശീഘ്രം പാഞ്ഞു. കർത്താവ് ഈ എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകനെ ജീവനോടെ പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ തള്ളിയിട്ടു. അവനോടുകൂടിയുള്ള മുഴുവൻ സൈന്യത്തെ തന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിച്ചു കളയും. ഇതിനോടനുബന്ധിച്ച് ഒരു പ്രവചനം, യെശയ്യാ പ്രവചനം 27-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്. യെശയ്യാ ചാപ്റ്റർ 27 വേഴ്സ് 8. ഇതിനെ പറ്റിയുള്ള പ്രവചനമാണ്. അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റ് കൊണ്ട് പാറ്റിക്കളഞ്ഞു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റ് കൊണ്ട് കിഴക്കൻ കാറ്റിലെ പാറ്റിക്കളഞ്ഞു. കിഴക്കൻ കാറ്റ് ഏതാ? അന്ന് എതിർ ക്രിസ്തു സൈന്യോ കിഴക്ക് നിന്ന് കയറി വന്നത്. കൊടുങ്കാറ്റ് ഏതാ? കർത്താവിന്റെ സഭയും ആ സ്വർഗത്തിൽ നിന്ന് അതിശീഘ്രം ഇറങ്ങി വന്നതാണ്. ഈ കിഴക്കൻ കാറ്റിന് നമ്മുടെ കർത്താവ് കൊടുങ്കാറ്റ് കൊണ്ട് അന്ന് മാറ്റിക്കളയുമെങ്കിൽ ഈ വചന വെളിച്ചത്തിൽ ഇവിടെ നിൽക്കുന്ന ചിലരോടായി ദൈവാത്മാവിന് ആലോചന പറയാനോ? കഴിഞ്ഞ ചില വർഷങ്ങളായി ഒന്ന് മാറി കഷ്ടതകൾ നിന്റെ കുടുംബത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ അഴിച്ചു വിട്ടത് പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ 2 കൈയിൽ തലയിൽ വെച്ച ഇറങ്ങി പോകത്തക്കവണ്ണം കിഴക്കൻ കാറ്റ് പോലെ രൂപം കൊണ്ട കിഴക്കൻ കാറ്റുകളെ കണ്ട അന്താളിച്ചിരിക്കുന്ന ദൈവത്തിനെ നീ ഭയപ്പെടുന്ന കിഴക്കൻ കാറ്റ് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കാതെ വേണം. സ്വർഗത്തിലെ ദൈവം തന്റെ കൊടുങ്കാറ്റ് കൊണ്ട് ഇരുട്ടിന്റെ ശക്തികളുടെ കിഴക്കൻ കാറ്റിനെ മാറ്റിക്കളയുന്നവന് ഭയപ്പെടുന്ന കിഴക്കൻ കാറ്റുകൾ ജീവിതത്തിൽ അടിക്കാതെ വേണം. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തന്റെ കൊടുങ്കാറ്റ് കൊണ്ട് പിശാചിന്റെ കിഴക്കൻ കാറ്റിനെ അവൻ മാറ്റിക്കളയും. തുടർന്ന് കർത്താവ് ആ തേജസ്സിന്റെ സിംഹാസനത്തിലിരുന്ന് സാത്താനെ ആയുധമായിട്ട് എത്തിക്കും. എന്നിട്ട് ഒലിവുമലയുടെ ഇറക്കമെത്തണം, കിദ്രോൻ തോട് കടക്കും. യെരുശലേമിന്റെ കയറ്റക്ക് കർത്താവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ ഭരിക്കാൻ പോകുന്ന ഭരിപ്പാൻ വരുന്ന യഹോവയുടെ ഭുജമാണ്. കർത്താവ് യെരുശലേമിൽ പ്രവേശിക്കേണ്ടത് ഈസ്റ്റ് ഗേറ്റിൽ കൂടെ. ഇന്ന് ആ ഈസ്റ്റ് ഗേറ്റ് അടച്ചിട്ടിരിക്കുക. യേശുവിനെ സന്ദർശിച്ചുള്ളവർക്ക് അറിയാം,
ഇല്ലേ? പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കിഴക്കേ വാതിൽ, ഈസ്റ്റ് ഗേറ്റ്, ഗോൾഡൻ ഗേറ്റ്, അത് അടഞ്ഞു കിടക്കുക. ആ പോർഷൻ അവിടെ തന്നെയുണ്ട്. ഇത് അടച്ചിട്ടിരിക്കുക. ഈ വാതിൽ എന്നാണ് അടഞ്ഞെന്ന് ചോദിച്ചാൽ പീലാത്തോസ് യേശുവിനെ കൊലയ്ക്ക് വിധിച്ചു. ജനം യേശുവിനെ കയ്യേറ്റു. അവനാദ്യം ചെയ്തത് മുള്ളുകൊണ്ട് ഒരു കിരീടമടഞ്ഞുണ്ടാക്കി യേശുവിന്റെ ശിരസിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കി. അവരുടെ തോളിൽ ഭാരമുള്ള പച്ച പൈമര കുരിശു വെച്ചു. വലത് കയ്യിൽ കോല് പിടിപ്പിച്ചു. ധൂമ്രവസ്ത്രം അണിയിപ്പിച്ചു. കന്നത്തടി ചാട്ടവാദം കൊണ്ട് അടിച്ച യഹൂദന്മാരുടെ രാജാവ് ജയ ജയ എന്ന് പറഞ്ഞു യേശുവിനെ ക്രൂശിക്കുവാൻ ഗോൽഗോത്ത മലയിലേക്ക് കൊണ്ടുപോയത് ഈ ഈസ്റ്റ് ഗേറ്റിൽ കൂടെ. ഈ കിഴക്കേ വാതിലൂടെ കർത്താവിനെ കൊണ്ടുപോയി. കർത്താവും പടജനവും പുരുഷാരും കിഴക്കേ വാതിലിന്റെ പുറത്തിറങ്ങി അന്ന് ഈ വാതിൽ അടച്ചു. 2000 വർഷം കഴിയും. ഇന്നേ വരെ ഈ വാതിൽ പിന്നെ തുറന്നിട്ടില്ല. അന്ന് അടച്ച വാതിലാണ്. പലരും ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈസ്റ്റ് ഗേറ്റിന്റെ മുമ്പിൽ മുസ്ലിങ്ങളുടെ ശവക്കോട്ടയാണ്. ഇവർ ഈ വാതിൽ തുറക്കാൻ ഇപ്പൊ സമ്മതിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ വാതിൽ ഇന്നോ നാളെയോ തുറക്കേണ്ട വാതിലല്ല. ഈ വാതിൽ അടഞ്ഞു കിടക്കണമെന്ന പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം, യെഹെസ്കേൽ chapter 44 verses 1-3. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടങ്ങി. മലയാള വേദപുസ്തകത്തിൽ ഗോപുരം എന്ന് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ ഈസ്റ്റ് ഗേറ്റ് എന്ന് തന്നെയാണ്. ആ ഈസ്റ്റ് ഗേറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ഈ വാതിൽ, ഈ ഗേറ്റ് തുറക്കാതെ അടച്ചിട്ടിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കാൻ പാടില്ല. പ്രഭു ഇതിലൂടെ കടക്കണം. താഴെ വായിക്കുന്ന അങ്ങനെയാ. യേശുക്രിസ്തു പ്രഭുവായി മടങ്ങി വരുന്നുവോ അന്ന് മാത്രമേ ഈസ്റ്റ് ഗേറ്റ് തുറക്കാവൂ. യെഹെസ്കേൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു, ഈസ്റ്റ് ഗേറ്റ് അടച്ചു തന്നെ കിടക്കണം. ഇത് തുറക്കാൻ പാടില്ല. ആരും ഇതിലൂടെ ഇനി കടക്കാൻ പാടില്ല. എന്ന് പ്രഭു വരുന്നുവോ അന്ന് മാത്രമേ ഈ വാതിൽ തുറക്കാവൂ. യേശുക്രിസ്തു രാജാവായി മടങ്ങി വരുന്നുവോ അന്ന് മാത്രമേ ഈസ്റ്റ് ഗേറ്റ് തുറക്കാവൂ. ഈ വാതിൽ തുറക്കുന്നതിനെ പറ്റിയുള്ള പ്രവചനമാണ് 24-ാം സങ്കീർത്തനം 7, 8, 9 വാക്യങ്ങൾ. Psalms 24 verses 7, 8 and 9. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവായ ബലവാനും വീരനുമായ യഹോവ, വീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ. ഈ കിഴക്കേ വാതിൽ തുറക്കുന്നതിനെ പറ്റിയുള്ള പ്രവചനമാണിത്. കർത്താവിന്റെ സഭയെ വിശുദ്ധ ദൂതന്മാരും ഒരുവരുടെ ഇറക്കമിറങ്ങി കിദ്രോനോട് കടന്ന യെരൂശലേമിന്റെ കയറ്റം കയറി ഈസ്റ്റ് ഗേറ്റിനോട് അടുക്കുമ്പോ കർത്താവിനോടൊപ്പം നിൽക്കുന്ന ഒരു ദൂതൻ ഈസ്റ്റ് ഗേറ്റിൽ നിൽക്കുന്ന ദൂതനോട് വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഉടനെ അവിടെ നിൽക്കുന്ന ദൂതൻ തിരിച്ചൊരു ചോദ്യം. മഹത്വത്തിന്റെ രാജാവ്, അത് അവൻ ചോദിച്ച ചോദ്യമാണ്. ഈസ്റ്റ് ഗേറ്റിൽ നിൽക്കുന്ന ദൂതന്റെ ചോദ്യമാണ്, മഹത്വത്തിന്റെ രാജാവ് ആരാ? അതിന്റെ മറുപടി ഇങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ദൂതൻ കൊടുക്കുക. മഹത്വത്തിന്റെ രാജാവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഈ വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോ അവന്റെ തലയിൽ മുൾക്കിരീടമായിരുന്നു. ഇന്ന് അവന്റെ തലയെ നോക്കാം, അനേകം രാജമുടികൾ അവന്റെ തലയിലിരിക്കുക. അന്ന് അവൻ ഈ വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോ അവന്റെ തോളിൽ പച്ച പൈമര കുരിശായിരുന്നു. ഇന്ന് അവന്റെ തോളിൽ നോക്കാം, ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിലിരിക്കുക. വാതിലൂടെ ഇറങ്ങിപ്പോയപ്പോ
കാലൊച്ചയുടെ മുമ്പിൽ തുറക്കപ്പെടുമെങ്കിൽ, മഹത്വത്തിന്റെ രാജാവിന്റെ കാലൊച്ചയുടെ മുമ്പിൽ അടഞ്ഞു കിടക്കാവുന്ന ഒരു വാതിലും ഇന്നും അവശേഷിക്കുന്നു. 2000 വർഷം നമുക്കാണ് കാലപ്പഴക്കം. മഹത്വത്തിന്റെ രാജാവിന് 2000 വർഷം ഒരു കാലപ്പഴക്കമേ അല്ല. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ആ കിഴക്കേ വാതിൽ മഹത്വത്തിന്റെ രാജാവിന്റെ കാലൊച്ച കേട്ടപ്പോ അത് തുറക്കപ്പെട്ടെങ്കിൽ പഴയ ലോകശക്തികളെ അഴിച്ചു മാറ്റുക, പഴയ വിഷയങ്ങൾക്ക് വിടുതൽ തരുക, അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ ഇന്ന് രാത്രി മഹത്വത്തിന്റെ രാജാവ് നമ്മളെ വിഷയം. വർഷങ്ങളായി പ്രാർത്ഥിച്ചപ്പോൾ ചില വഴികൾ നിനക്ക് തുറന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചില വഴികൾ തുറന്നു, വഴികൾ തുറന്നു. ആ വാക്യം പലയിടത്തും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി കാണുന്ന ഉൽപ്പത്തി പുസ്തകം 18:16, ജനസിസ് ചാപ്റ്റർ 18:14. സാഗായിയോട് ദൂതൻ പറഞ്ഞു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും. ഏത് വിഷയത്തിൽ? തലമുറയുടെ വിഷയത്തിൽ. നിങ്ങൾ ധരിച്ചൊരു മകനെ പ്രസവിക്കും. സാറ ഉള്ളുകൊണ്ട് തിരിച്ചു. അവളോടാണ് ദൂതൻ പറഞ്ഞത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും. ഇതേ വാക്യം പുതിയ ദൂതൻ മറ്റൊരു സഹോദരിയോട് പറയും. ലൂക്കോസ് 1:37, ലൂക്ക് ചാപ്റ്റർ 1:37. കന്യകമതിയാവനോട് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരു വിശുദ്ധ പ്രജ നിനക്കുണ്ടാവും. പുരുഷനെ അറിയാത്ത എനിക്കോ? ദൂതന്റെ മറുപടി, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഇതാണ് ദൂതൻ പറയുന്നത് തലമുറയുടെ വിഷയത്തിൽ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതേ വാക്യം ദൈവം ഏറ്റെടുത്ത് പറഞ്ഞു. ജെറമിയ ചാപ്റ്റർ 32:27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും. ആദ്യത്തെ 2 വാക്യങ്ങൾ ദൂതൻ പറഞ്ഞു. ഇവിടെ ദൈവമാണ് പറയുന്നത്, എനിക്ക് കഴിയാത്ത ഒരു കാര്യവും. മഹത്വത്തിന്റെ രാജാവിന്റെ കാലൊച്ചയുടെ മുമ്പിൽ അടഞ്ഞു കിടക്കാൻ കഴിയുന്ന ഒരു വഴി വാതിൽ ഇന്ന് അവശേഷിച്ചിട്ടില്ല. ചില വഴികൾ തുറക്കപ്പെടും. ഈ കൺവെൻഷന്റെ പ്രാരംഭ മുതൽ ദൈവാത്മാവിനോട് ശക്തിയോടെ വാദിച്ചുകൊടുക്കുന്ന വിഷയമാണ് ചില വഴികൾ തുറക്കപ്പെടാൻ. ചിലരുടെ ഉദരങ്ങളെ ദൈവം തുറക്കും. കാലപ്പഴക്കം ദൈവത്തിന് വിഷയമല്ല. കാലപ്പഴക്കം ഒരു വിഷയമേ അല്ല. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ആ ഈസ്റ്റ് ഗേറ്റ്, കിഴക്കേ വാതിൽ, മഹത്വത്തിന്റെ രാജാവിന്റെ കാലൊച്ചയുടെ മുമ്പിൽ തുറക്കപ്പെടുമെങ്കിൽ ഏത് വിഷയങ്ങൾക്കും വിടുതൽ തരുവാൻ, അടഞ്ഞ വഴികൾ തുറക്കുവാൻ, തലമുറയുടെ നന്മയ്ക്കെതിരായി
ഇരുട്ടിന്റെ ശക്തികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റി ഒരു പുത്തൻ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. അവന്റെ കാലം ചെലുക്കുമ്പോൾ അടഞ്ഞ വഴികൾ തുറക്കുവാൻ ഇടയായി. കർത്താവിന്റെ സഭയും ദൂതന്മാരുമാണ് ഈ ഈസ്റ്റ് ഗേറ്റിൽ കൂടി യെരൂശലേമിൽ പ്രവേശിക്കും. കർത്താവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കാൻ പറ്റുന്ന യഹോവയുടെ ഭുജം കർത്താവായ യേശു ക്രിസ്തു. അവന്റെ ഭുജം ഭരണം നടത്തും. കർത്താവ് ഭരിപ്പാൻ കടന്നു വരും. ഇവയെ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്ന നമ്മുടെ കർത്താവ്. ഈ വിഷയത്തിന്റെ ശേഷം 2 ഭാഗമുണ്ട്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു കരമുണ്ട്, അതാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്, ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു വഴിയുണ്ട്. കർത്താവ് വെച്ച് നാളെ രാത്രി സരസ്വാനിയുടെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് ഉണ്ട്. അവിടെ വെച്ച് ആ 2 വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് തീമിലേക്ക് ഞാൻ മടങ്ങി വരും. ഉണരുക. ഇതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. നമുക്ക് വേണ്ടി ഉണരുന്ന യഹോവയുടെ ഭുജം, നമുക്ക് വേണ്ടി ഉണരുന്ന നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ്. നമ്മുടെ തീമിലെ 2ാമത്തെ ഭാഗം ഉണരേണ്ട ദൈവസഭ. ഉണരേണ്ട ദൈവസഭ. ആ സമയവും വഴിയും നമുക്ക് നാളെ രാത്രി ചിന്തിക്കാം. ഉണരേണ്ട ദൈവസഭ. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ഉണരുന്ന നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ഇവിടെ ഉണരുന്നു. നമ്മുടെ ഓരോ നെടുവീർപ്പിന്റെ മുമ്പിലും കണ്ണീരിന്റെ മുമ്പിലും പ്രാർത്ഥനയുടെയും അഭയാചനയുടെ മുമ്പിലും കർത്താവ് ഉണരുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ ഭാഗം നമ്മൾ ഉണരണം. ആരാണ് ഉണരേണ്ടത്? ഉറങ്ങുന്നവനാണ് ഉണരേണ്ടത്. എഫീഷ്യൻസ് chapter 5 verse 40. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. അതോ എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന്. ആരാണ് ഉണരേണ്ടത്? ഉറങ്ങുന്നവൻ മരിച്ചവനല്ല, മരിച്ചവനായിരുന്നു. പക്ഷെ ഉണർന്നു. പക്ഷെ ഇന്ന് ഉറങ്ങിപ്പോയി എന്നേ ഉള്ളൂ. ഇത് ദൈവസഭയുടെ ചിത്രമാണ്. അനുഗ്രഹത്തിലും പാപത്തിലും മരിച്ചവരായ നമ്മെ കർത്താവ് ഉയർപ്പിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉറക്കങ്ങൾ വന്നുപോയി. അപ്പോൾ ഉറങ്ങുന്നവൻ ഉണരണം. ആരാണ് ഉണരേണ്ടത്? യെശയ്യാ പ്രവചനം 52-ാം അധ്യായം, യെശയ്യാ chapter 52 verse 1. സിയോനെ, സിയോനാണ് ഉണരേണ്ടത്. സിയോൻ ആര്? ദൈവജനം. സിയോൻ ഉണരണം. അപ്പോൾ ഉണരേണ്ടത് ദൈവജനം തന്നെയാണ്. ദൈവജനം ഉണരണം. എന്തിനൊക്കെ നമ്മൾ ഉണരണം? നമ്മൾ ഉണരണം, ദൈവസഭ ഉണരണം, ദൈവജനം ഉണരണം. എന്തിനു വേണ്ടി? 1 Peter chapter 5 verse 8. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെയും കൊണ്ടുവന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉണരണം. എന്തുകൊണ്ട് ഉണരണം? പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ വിഴുങ്ങുവാൻ ചുറ്റി നടക്കുന്നു. അവൻ സിംഹമല്ല. സിംഹം എന്ന പോലെ അഭിനയിക്കുക. അവൻ സിംഹമല്ല. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇവൻ സിംഹം എന്ന പോലെ ചുറ്റി നടക്കുമ്പോൾ നമ്മൾ ഉണരണം. എന്തിനാ? സിംഹം എന്ന പോലെ വരുന്ന ഈ പിശാചിനെ ജയിക്കുവാൻ. അപ്പോൾ ഈ സിംഹം ഏതൊക്കെ വിധത്തിലാണ് വരുന്നത്? അതിന് പഴയ നിയമത്തിൽ തെളിവെടുക്കണം. പഴയ നിയമത്തിൽ 3 ഭക്തന്മാർ 3 സിംഹങ്ങളെ കൊന്നു. ഒന്ന്, ദാവീദ് സിംഹത്തെ കൊന്നു. 1 Samuel chapter 17 verse 34. 1 Samuel chapter 17 verse 34. 1 ശമൂവേൽ 17-ാം അധ്യായം 34-ാം വാക്യം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു.
ഇതാണ് സിംഹത്തെ കൊന്ന ഒന്നാമത്തെ വ്യക്തി. ദാവീദ്. ദാവീദ് കൊന്ന സിംഹം കാട്ടിലെ സിംഹം. ശൗലിനോടാണ് സാക്ഷ്യം പറയും. സാക്ഷ്യം പറയാനുണ്ടായ സാഹചര്യം, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ അപ്പൻ ഭക്ഷണമൊക്കെ പൊതിഞ്ഞു കെട്ടി ദാവീദിന്റെ കയ്യിൽ കൊടുത്തയച്ചു പടക്കളത്തിൽ പോകും. അവിടെ വന്നപ്പോൾ ഗോലിയാത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഒരുത്തൻ ഇങ്ങോട്ട് വാ, ഞാൻ യുദ്ധം ചെയ്യാം. ആര് ജയിക്കുന്നുവോ അവൻ ജയിച്ചു. 40 ദിവസമായി വെല്ലുവിളി. ഇത് കേട്ടോണ്ടാ ദാവീദ് പടക്കളത്തിച്ചത്. ദാവീദ് ഒരു പടയാളിയോട് ചോദിച്ചു, ഈ അഗ്രജാമിയെ കൊല്ലുന്നവൻ രാജാവ് എന്തോ കൊടുക്കും? അപ്പൊ ഇവനെ അറിയേണ്ടത് എന്തോ കിട്ടും. ഇവനെ കൊല്ലാൻ പോയാൽ എന്ത് കിട്ടും? അപ്പൊ അവൻ പറഞ്ഞു, രാജ്യത്തെ പകുതിയും കിട്ടും, രാജാവിന്റെ മകളെയും കിട്ടും. അപ്പൊ ഇവന് തൃപ്തി വന്നില്ല. ഇവൻ പതുക്കെ മാറി വേറൊരുത്തോട് ചോദിച്ചു, ഈ അഗ്രജാമിയെ കൊല്ലുന്നവന് രാജാവ് എന്തോ കൊടുക്കും? അവന് അതുപോലെ പറഞ്ഞു, രാജ്യത്തെ പകുതിയും കിട്ടും, രാജാവിന് മകളെയും കിട്ടും. ദാവീദ് ഒന്നറിയണം, ഞാൻ ചെയ്യുന്ന യുദ്ധത്തിന് പ്രതിഫലമുണ്ടോ? ഇത് ഉറപ്പുവരുത്തി. അവിടുത്തെ സഹോദരന്മാർ ഇവന്റെ കുശുകുശുപ്പ് കണ്ടിട്ട് ഇവനോട് ചോദിച്ചു, നീ പട കാണാനില്ലയോ വന്നു? അപ്പന്റെ ആടെന്തി? ആടിനെ വിട്ടേച്ച് നീ എന്തോ ഇവിടെ വന്നേരും? ഈ സഹോദരന്മാർ ആടിനെ പറ്റി ഇതുവരെ എന്ത്? ഇവര് ഈ ആടിനെ ആയുസി കണ്ടു കാണരുത്. അവരാ ചോദിക്കുന്ന ആടെന്തി? അഹങ്ക പട കാണാൻ വന്നേ, പോകാൻ ഉടനെ പോകുമ്പോ ഞാനൊരു വാക്കല്ലേ പറഞ്ഞു, ഞാനൊരു വാക്കല്ലേ പറഞ്ഞു. ഇത്രയും പരിമനം മാറും. ഈ ന്യൂസ് അങ്ങ് കൊട്ടാരെത്തിച്ചു. അപ്പൊ ശൗല് അവനെ വിളിച്ചു, പടയാങ്കിയൊക്കെ അണിയിപ്പിച്ച ഇട്ടോ നടന്നു നോക്കി, ശീലമില്ല, ഇതെല്ലാം അങ്ങനെ അഴിച്ചു വിളിച്ചു. എന്നിട്ട് ദാവീദ് ശൗലിനോട് പറഞ്ഞ 2 സാക്ഷ്യമായി. അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടെന്റേതല്ല, ആടപ്പന്റേതാണ്. അതിൽ ഒന്നിനെ ഒരു സിംഹം വന്ന് പിടിച്ചോടും. നമ്മുടെ നാട്ടിലെ ദാവീദുമാരാണെങ്കിൽ ആടിനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ഇവര് പിറ്റേ ദിവസം അപ്പന്റെ അടുത്ത് വന്നവർ, എന്റെ അപ്പച്ച ഇന്നലെ ഒരു സിംഹം, പിന്നെ സിംഹത്തിന്റെ പൊക്കവും മണ്ണവും താടിയും കുച്ചിതവും എല്ലാം കൂടെ അങ്ങ് അണ്ടിക്കും. ഭയങ്കര സിംഹമായി. അത് വന്ന് ആടിനെ ഒന്ന് പിടിച്ചോണ്ട് പോയതേ ഉള്ളൂ. സിംഹം എന്നെ കണ്ടില്ല, സ്വത്ത് അല്ലേ ആടൊന്നേ പോയുള്ളൂ, സിംഹം എന്നെ കണ്ടില്ല. പക്ഷേ ഈ ദാവീദ് പറഞ്ഞു, അപ്പന്റെ ആടിനെ പിടിച്ചോണ്ട് പോയപ്പോൾ ഞാൻ പുറകെ ചെന്നു, അതിനെ അടിച്ചു, ആട്ടുകുട്ടിയെ പിടിച്ചെടുത്തു. ആ സിംഹം എന്റെ നേരെ ചാടി വന്നു, ഞാൻ എന്നെ അടിച്ചു. അതുപോലെ ഈ അഗ്രമിയെ ഞാൻ കൊല്ലും. സമ്മതമൊക്കെ സൗണ്ട് കൊടുത്തു. ഇപ്പൊ ദാവീദ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. തോട്ടിൽ നിന്ന് 5 മിനിസമുള്ള കയ്യ ഇടിയ സഞ്ചിയായി പൊക്കണത്തിലോട്ട് കവണ കയ്യിലെടുത്തു, ഒരു കയ്യിൽ വടി. ഇവൻ അണികളുടെ നേരെ ഓടിച്ചെല്ലുമ്പോൾ ഗോലിയാത്ത് പറയുന്നത്, നീ വടികളുമായി എന്റെ നേരെ വരാൻ ഞാൻ നായോ മറ്റോ ആണ്. അപ്പൊ ഗോലിയാത്ത് നോക്കുമ്പോ കാണുന്ന കാഴ്ച, ദാവീദിന്റെ 2 കയ്യിലോല വടി. വാസ്തവത്തിൽ ദാവീദിന്റെ ഒരു കയ്യിലെ വടിയുള്ളൂ, മറ്റേ കൈ കവണയുടെ ചരട. ഈ കവണയുടെ ചരട വടിയായി ശത്രുവിന് ചോദിച്ചു. നമ്മുടെ കയ്യിലെ ആയുധം ശത്രുവിന്റെ കണ്ണിൽ മറച്ചു വയ്പ്പിച്ചാണ് ദൈവം നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. ഞാൻ നായമല്ലോ. അവന്റെ ദേവന്മാരുടെ നാമത്തിൽ ശപിച്ചേച്ച് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ കൊല്ലും, നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് എറിയാം. ഇത് കേട്ട ഉടനെ ദാവീദ് പറഞ്ഞത്, നീ നിന്ദിച്ചു പറഞ്ഞിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരായി വന്നു. അവിടെ ദാവീദ് സിംഹവും കരടിയും ഒന്നും എടുത്തോണ്ട് വന്നില്ല. സിംഹത്തെ കൊന്നപോലെ ഞാൻ കൊല്ലുമെന്നല്ല പറഞ്ഞു. അത് ശൗലിനോട് പറഞ്ഞ സാക്ഷിയാണ്. ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സിംഹവും കരടിയും പറഞ്ഞില്ല, തന്റെ ദൈവത്തിന്റെ നാമം നീ നിന്ദിച്ചു പറയുന്ന ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ഞാൻ വരുന്നു. ഞാൻ ഇന്ന് നിന്നെയും കൊല്ലും, നിന്നോടൊപ്പമുള്ള സകല സൈന്യത്തെ കൊല്ലും. എന്നിട്ട് ആകാശത്തിലെ പക്ഷികൾക്ക് ഇരയാകും. 2 വെല്ലുവിളികൾ ഉയർന്നു.
ഗോലിയാത്തിന്റെ വെല്ലുവിളി, നിന്നെ കൊല്ലും, നിന്റെ മാംസം പക്ഷികൾക്ക് ഇരയാകും. ദാവീദിന്റെ വെല്ലുവിളി, ഞാൻ നിന്നെയും കൊല്ലും, മുഴുവൻ സൈന്യത്തെ കൊല്ലും, ആകാശത്തിലെ പക്ഷികൾക്ക് ഇരയാകും. എന്റെ പരമായ വിശ്വാസം, ഞാൻ ഭാവനെ കാണുന്നത് യുദ്ധം അടുക്കുമ്പോൾ ഇതിനെ മണം പിടിച്ച നാട്ടിലെ കഴുകന്മാരെല്ലാം ഇവിടെ വട്ടമടിച്ചേക്കും. കുശാല യുദ്ധം. ഈ രണ്ട് വെല്ലുവിളിയും ഈ കഴുകന്മാരും കേട്ടു. കഴുകന്മാരും ചിന്തിച്ചു, ആ മല്ലന്റെ വെല്ലുവിളി നടന്നാൽ ആ കൊച്ചന്റെ ഒരു ശകലം മാംസം കിട്ടും. ആ കൊച്ചന്റെ വെല്ലുവിളി നടന്നാൽ മല്ലന്റെ മാംസം തന്നെയല്ല, മുഴുവൻ സൈന്യത്തിന്റെയും മാംസം കിട്ടും. അവരും ചിലപ്പോ പ്രാർത്ഥിച്ചോളാം, എന്റെ സമ്പദാന ദൈവമേ സ്വതമേ ആ കൊച്ചന്റെ വെല്ലുവിളി നടക്കാതെ. ദാവീദ് യാണികൾക്ക് നേരെ പാഞ്ഞെല്ലുമ്പോ ഒരു കല്ലെടുത്ത് കവടെ വെച്ചു, എറിഞ്ഞ് ഒറ്റ വീശുവിച്ച്. ശൗലിന്റെ കയ്യിൽ പരിചയില്ല. ഇവന്റെ അതിന്റെ മുമ്പിൽ ഒരു പതിച്ചാക്കാരെ പിടിച്ചോണ്ടിരിക്കുന്നു. ഇവന്റെ കൈ പരിചയില്ല. പതിച്ചക്കാരെ തലയുടെ മുകളിൽ കൂടെ കല്ല് വാങ്ങി ഒട്ടും തെറ്റാതെ തിരുനെറ്റിക്ക് എന്നടിച്ചു. ശൗല് വീണത അവൻ കവിണ്ണു. അങ്ങനെ എഴുതിയേക്കും. നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നെറ്റിക്കടിയേറ്റ നമ്മുടെ കൊച്ചു ബുദ്ധിയോട് ചിന്തിച്ചാൽ എങ്ങോട്ട് വീഴണം? പുറകോട്ട് വീഴണം. നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നെറ്റിക്കടിയേറ്റ പുറകോട്ട് വീഴണം. പക്ഷെ ശൗല് വീഴുന്ന പുറകോട്ടല്ല, കവിണ്ണു വീഴും. അത് ഞാൻ ഭാവനെ കാണുന്ന കാര്യം പറഞ്ഞു. ഈ കല്ല് പാഞ്ഞു വരുമ്പോൾ ദാവീദ് വെല്ലുവിളിച്ച് വരുമ്പോ ഗോലിയാത്തിന്റെ തൊട്ടു പുറകിൽ ബലവാനായ ഒരു ദൂതൻ നിൽപ്പുണ്ട്. ദാവീദിന്റെ കല്ല് വന്ന് കൊള്ളുകയും ദൂതം കൊടുത്ത് പടലിക്കൊട്ടത്തെ വീക്ക. ദൂതന്റെ അടിയായിട്ടാണ് ഇവ മുമ്പോട്ട് വീണില്ല, താ പുറകോട്ട് വേണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ. ദാവീദ് കൊന്ന സിംഹം കാട്ടിലെ സിംഹം. ഇനി രണ്ടാമത്തെ സിംഹത്തെ കൊന്ന വ്യക്തി ശിംശോൻ. ജഡ്ജസ് chapter 14 verses 5 and 6. Judges 14 5 and 6. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ശിംശോൻ കൊന്ന സിംഹം മുന്തിരിത്തോട്ടത്തിലെ സിംഹം. ദാവീദ് കൊന്ന സിംഹം കാട്ടിലെ സിംഹം. ശിംശോൻ കൊന്ന സിംഹം മുന്തിരിത്തോട്ടത്തിലെ സിംഹം. ശിംശോൻ അതിനെ തല്ലിക്കൊന്നു വലിച്ചിരിക്കണം. ഇനി മൂന്നാം ബെനായാവ് ഒരു സിംഹത്തേക്കോ. ബെനായാവ് സെക്കൻഡ് ശമൂവേൽ chapter 23 verse 20. Second Samuel 23 verse 20. രണ്ട് ശമൂവേൽ 23-ാം അധ്യായം 20-ാം വാക്യം. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ അഹോദയുടെ മകൻ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിലെ രണ്ട് പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ബെനായാവ് വന്ന സിംഹം ഗുഹയിലെ സിംഹം. ദാവീദ് വന്ന സിംഹം കാട്ടിലെ സിംഹം. ശിംശോൻ വന്ന സിംഹം മുന്തിരിത്തോട്ടത്തിലെ സിംഹം. ബെനായാവ് വന്ന സിംഹം ഗുഹയിലെ സിംഹം. കാലം എഴുതിയിട്ടുണ്ട്, ഹിമകാലം. ഹിമകാലത്ത് അടങ്ങി ഒതുങ്ങി ഗുഹയ്ക്കകത്ത് കിടക്കും. പക്ഷെ ബെനായാവിനെ അറിയാം, ചൂട് തട്ടുമ്പോൾ ഇവൻ സടകൊടെ എഴുന്നേക്കും. അപകടക്കാരൻ. അത് ഹിമകാലത്ത് തന്നെ ഗുഹയിൽ കിടന്ന സിംഹത്തെയും തല്ലിക്കും. നമ്മുടെ വാക്യം ഉണർന്നിരിക്കണം. പ്രതിയോഗിയായ സാത്താൻ അലരുന്ന സിംഹം എന്ന പോലെ വിഴുങ്ങുവാൻ വരുമ്പോൾ ഏതൊക്കെ വിധത്തിലാണ് സിംഹം വരുന്നത്? കാട്ടിലെ സിംഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളോട് പൊരുതുവാൻ വരുന്ന സാത്താന്യ ശക്തികളെക്കാണ്. നമ്മുടെ നാട്ടിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടിൽ ഒരു ചരണമുണ്ട്. വനദേശത്തുകൂടി ഞാൻ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ചരണം ആ രാവിലെയുള്ള പാട്ടില് നമ്മൾ സാധാരണ പാടിയിട്ടുണ്ട്. വനദേശത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതം. അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന സാത്യാന്യ പോരുകളെ നമ്മൾ ജയിക്കണം. മുന്തിരിത്തോട്ടത്തിലെ സിംഹം ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പോരാട്ടങ്ങൾ. ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഒരുപക്ഷെ
നമുക്ക് അല്പം വന്നാല് നികളമെന്ന സിംഹം നമ്മളെ തകർക്കാൻ പറ്റും. അന്യ മണ്ഡലത്തിൽ നിന്ന് നമ്മെ തകർക്കുവാൻ വരുന്ന സിംഹശക്തികളെ വിവേചിച്ചതിന് അതിന്റെ മേൽ ജയമെടുക്കണം. ഗുഹയിലെ സിംഹം നമ്മുടെ ഹൃദയാന്തര ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന സിംഹശക്തികൾ, ജഡസ്വഭാവങ്ങൾ, അതിന്റെ മേൽ ജയമെടുക്കണം. ഈ മൂന്ന് വ്യക്തികൾ ഈ മൂന്ന് സിംഹങ്ങളെ കൊന്നതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഔദ്യോഗിക മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിന്നോ നമ്മുടെ ആത്മീയത്തെ തകർക്കുവാൻ വരുന്ന സാത്താന്യ ശക്തികളുടെ മേൽ ജയമെടുക്കണം. ആത്മീയ മണ്ഡലത്തിൽ നിന്ന് നമ്മെ തകർക്കുവാൻ വരുന്ന സാത്താന്യ ശക്തികളുടെ മേൽ ജയമെടുക്കണം. അല്ല, നമ്മുടെ ഹൃദയാന്തര ഭാഗത്ത് നിന്ന് നമ്മെ തകർക്കുവാൻ എഴുന്നേൽക്കുന്ന ജഡ സ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കണം. എന്തിനുണരണം? സാത്താന്റെ മേൽ ജയമെടുക്കാറുണ്ട്. ദൈവസഭ ഉണരണം. ഉണർന്നില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്ത്, യോന ഉറങ്ങിപ്പോൾ ഭവിഷ്യത്ത് കപ്പൽക്കാർ കഷ്ടതയില്ല. യോനയുടെ പുസ്തകം 1-ാം അധ്യായം, യോന ചാപ്റ്റർ 1:5. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. 1-ാം അധ്യായം 5-ാം വാക്യം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിൽ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിന്റെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന് ഉണർന്നിരിക്കേണ്ട യോന ഉറങ്ങിയത് കപ്പൽക്കാർക്ക് ബുദ്ധിമുട്ടിന് കാരണമാക്കി. ദൈവസഭ ഉണർന്നില്ലെങ്കിൽ കപ്പൽക്കാർ ബുദ്ധിമുട്ടിലാണ്. ഈ യോനയുടെ പുസ്തകത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ദൈവത്തിന്റെ കൽപ്പനകളുടെ പുസ്തകമാണ്. കാരണം ഇതിനകത്ത് ദൈവം കൽപ്പിച്ചു എന്ന് പറയുന്ന 6 കാര്യങ്ങളും ദൈവം കൽപ്പിച്ചു. 1-ാം അധ്യായം 4-ാം വാക്യം. 1-ാം അധ്യായം 4-ാം വാക്യം. സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു, ദൈവത്തിന്റെ കൽപ്പനകൾ. 2-ാമത്തെ കൽപ്പന 17-ാം വാക്യം. 17-ാം വാക്യം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചു. 2-ാമത്തെ കൽപ്പന മഹാമത്സ്യത്തോട് യോനയെ വിഴുങ്ങാൻ. ഇനി 3-ാമത്തെ കൽപ്പന അതേ മത്സ്യത്തോട് 2-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ ഛർദ്ദിച്ചു കരയ്ക്കും. ഇനി 4-ാമത്തെ കൽപ്പന 4-ാം അധ്യായം 6-ാം വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം രാവണന് കൽപ്പിച്ചുണ്ടാക്കി. ദൈവത്തിന്റെ കൽപ്പന. ഇനി 5-ാമത്തെ കൽപ്പന 7-ാം വാക്യം, വേഴ്സ് 7. 7-ാം വാക്യം. പിറ്റേന്നാൾ പുറന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ദൈവത്തിന്റെ കൽപ്പന. 6-ാമത്തെ കൽപ്പന 9-ാം വാക്യം, വേഴ്സ് 9. ദൈവം യോനയോട് രാവണക്ക് നിമിത്തം കോപിക്കുന്നത് ഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ 9-ാം വാക്യം അത് ഉണങ്ങി പോകേണ്ടി. വേഴ്സ് 9. വായിച്ചു. 8-ാം വാക്യം. 8-ാം ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. കൽപ്പനയുടെ പുസ്തകമാണ്. ദൈവകൽപ്പന യോനായ നീ അനുസരിച്ചില്ലെന്ന് വെച്ച് എന്റെ കൽപ്പന അനുസരിക്കാൻ ആവണക്കൊണ്ട് കൂടുകൊണ്ട് കാറ്റോണ്ട് മത്സ്യമുണ്ട്. നീ എന്റെ കൽപ്പന അനുസരിക്കണം. യോന ഉറങ്ങി, കപ്പൽക്കാർ കഷ്ടത്തിലായി. അപ്പോൾ ഉറങ്ങിയാൽ കപ്പൽക്കാർ കഷ്ടം. നാം എന്തിനു ഉറങ്ങണം? നമ്മുടെ കൂടെയുള്ളവർ നശിച്ചു പോകാതിരിക്കാൻ. നാം എന്തിനുറങ്ങണം? ഉണരണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. സെന്റ് മാത്യു ചാപ്റ്റർ 26:40. ഞാൻ വേഗം അവസാനിപ്പിക്കും. മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യം. 26-ാം അധ്യായം 40-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം എന്തുകൊണ്ട് ഉണരണം? നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണരണം. സെന്റ് മാത്യു ചാപ്റ്റർ 25:13. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തള്ളുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതോട് നാളും നാഴികയും അറിയായിക്കൊണ്ട് 13-ാം വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പി. എന്തുകൊണ്ട് ഉണരണം? കർത്താവിന്റെ വരവേണ്ട സമയമെന്ന്
അറിയാത്തതുകൊണ്ട് നമ്മുടെ കൺവെൻഷനെത്തി കർത്താവ് നമുക്ക് വേണ്ടി ഉണരുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ ദൗത്യം നമ്മൾ ഉണരണം. എന്തിനുണരണം? സാത്താൻ വിഴുങ്ങുവാൻ വരുമ്പോൾ അവന്റെ മേൽ ജയമെടുക്കുവാൻ നാം വേണം. നാം എന്തുകൊണ്ട് ഉണരണം? നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർ കഷ്ടത്തിലാകാതിരിപ്പാൻ ഉണരണം. നാം എന്തുകൊണ്ട് ഉണരണം? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണരണം. നാം എന്തുകൊണ്ട് ഉണരണം? നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണരണം. നമുക്ക് സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് തലകളെ വന്നു. ഈ പ്രാവശ്യത്തെ ദൈവസഭയുടെ ആനുവൽ കൺവെൻഷന്റെ സമാപന രാത്രിയാണ്. അടുത്ത വർഷം ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കർത്താവിന്റെ വരവ് അതുപോലെ ഏറ്റവും ആസന്നമായി. ഏത് നിമിഷവും കാഹളം ധ്വനിക്കും. നാം ഇവിടെ വിട്ട് പറന്നു പോകും. ദൈവമക്കളെ നാം ഉണർന്നിരിക്കും. നാളും നാഴികയും നമുക്കറിയത്തില്ല. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ വരവിന് വേണ്ടി പ്രിയ സഹോദര നീ വരഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവ് എന്നെ തന്നെ ഒരുക്കുക, എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇതുവരെ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാത്തവരാണ് ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ സമാപന രാത്രി കർത്താവിന്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങനെ വരവിന് വേണ്ടി ഒതുങ്ങുവാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ അവിടെ എന്റെ ഹൃദയത്തിൽ വരണം. എന്റെ പാപം ക്ഷമിക്കണം. എന്നെ നിന്റെ പൈതലാക്കണം. മുള്ളു തുറന്ന് പ്രാർത്ഥിച്ച നാളത്തെ ദിവസം നമ്മുടേതല്ല. ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം. ബൈബിൾ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആർക്ക് സംഭവിക്കരുത്. കർത്താവിന്റെ വരവിനെ ഒഴുകുക. കർത്താവിന് വേണ്ടി ഹൃദയപ്പെട്ടു രക്ഷിക്കപ്പെടുന്ന യുവമക്കളെ ഇതുവരെ കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. കർത്താവിനെ സ്നാനമേൽക്കുവാൻ ഒരവസരം തന്നാൽ അവിടുത്തെ കൽപ്പന ഞാൻ അനുസരിച്ചു എന്നെ അതിനായി സമർപ്പിക്കുന്നത്. അവിടുന്ന് ഒരു അവസരം തന്നാൽ ഞാൻ കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം ഏറ്റു. ഈ തീരുമാനമുള്ളവർ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്ത തീരുമാനമെടുത്തവർ കർത്താവിന് അവസരം തന്നാൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റുകൊള്ളാമെന്ന് തീരുമാനപ്പെടുക. ദയവായി വലങ്കരങ്ങളിൽ എത്തിയാൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവിന് അവസരം തന്നാൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം ഞാൻ ഏറ്റുകൊള്ളാം. ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും നിങ്ങൾ സിദ്ധം ആ പ്രിയാന്റെ കർത്താവിനെ ഇനി ആരെങ്കിലും ഇനി ആരോട് തീരുമാനമെടുക്കും. സ്നാനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാം. കർത്താവ് ആ കഥ ഞാൻ കാണുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ദൈവാത്മാവിനെ ഹേമിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവുന്നത്. ഇന്നലെ ഞാനിങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് ഞാൻ സമയമെടുത്തില്ല. ദൈവാത്മാവ് ജീവിതത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് എന്നെ സമർപ്പിക്കും. നീ ഞാൻ വാഴ്ത്തപ്പെട്ട കർത്താവെ സുഖിക്കുന്നു. ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ കർത്താവ് എത്രയും വേഗം സഫലമാക്കി സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കത്തക്കവണ്ണം കർത്താവ് അവസരങ്ങളെ ഒരുക്കണം. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് പാടെ മാറ്റുവാൻ തിരുവിനിയോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.